പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2024 ഡിസംബർ 18 ബുധൻ. പ്രധാന വാർത്തകൾ. 2025-26 അധ്യയന വർഷത്തിലേക്കുള്ള ഫീസ് വർധന നേരത്തെ പ്രഖ്യാപിച്ച് വാദി കബീർ ഇന്ത്യൻ സ്കൂൾ. ട്യൂഷൻ ഫീ ഇനത്തിൽ പ്രതിമാസം ഓരോ റിയാൽ വീതം അധികം ഈടാക്കും. അടുത്ത അധ്യയന വർഷം 12 റിയാലിന്റെ അധിക ബാധ്യതയാണ് ഇതുമൂലം രക്ഷിതാക്കൾക്കുണ്ടാകുക. നടപ്പ് അധ്യയന വർഷവും പ്രതിമാസം 1 റിയാൽ വീതവും കഴിഞ്ഞ അധ്യയന വർഷത്തിൽ 2 റിയാൽ വീതവും ഫീസ് ഉയർത്തിയിരുന്നു. വർദ്ധിപ്പിക്കുന്ന നിരക്കുകൾ പ്രകാരം നഴ്സറി ക്ലാസ്സിലെ മാസാന്ത ഫീസ് 55 റിയാലായും KG ക്ലാസുകളിൽ 63 റിയാലായും ഉയരും. 1 മുതൽ 5 വരെ ക്ലാസുകളിൽ 65 റിയാലും 6 മുതൽ 8 വരെ 66 റിയാലും 9ാം ക്ലാസ്സിൽ 69 റിയാലും 10ാം ക്ലാസ്സിൽ 70 റിയാലുമാണ് ട്യൂഷൻ ഫീസ് ഇനത്തിൽ മാത്രം നൽകേണ്ടി വരിക. സ്കൂളിൽ ട്യൂഷൻ ഫീസിനൊപ്പം അനുബന്ധ ഫീസുകളും നൽകേണ്ടതുണ്ട്. വരുന്ന അധ്യയന വർഷം പഠന ചെലവ് വീണ്ടും ഉയരും. സ്കൂളിന്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും മെച്ചപ്പെട്ട പഠനാനുഭവങ്ങൾ വിദ്യാർത്ഥികൾക്ക് സമ്മാനിക്കുന്നതിനുമാണ് ഫീസ് വർധനയെന്ന് സ്കൂൾ അധികൃതർ പറയുന്നു. അക്കാദമിക് ഇൻഫ്രാസ്ട്രക്ചറുകളും മെച്ചപ്പെടുത്തുന്നതിനും ആനുകൂല്യങ്ങളും മത്സരാധിഷ്ഠിത ശമ്പളവും നൽകി മികവുറ്റ ജീവനക്കാരെ നിയമിക്കുന്നതിനും ഫീസ് വർധന ആവശ്യമാണെന്നാണ് മാനേജ്മെന്റിന്റെ നിലപാട്. ഇവയ്ക്കെല്ലാം ഫീസ് വർധന ആവശ്യമാണെന്ന് സർക്കുലർ പറയുന്നു. കുട്ടികളുടെ ഗതാഗത ഫീസ്, ഇടയ്ക്കിടെ ഈടാക്കുന്ന വ്യത്യസ്ത തരം ഫീസുകൾ എല്ലാം കൂടി ഒരു കുട്ടിയുടെ വാർഷിക വിദ്യാഭ്യാസ ചെലവ് 1.5 ലക്ഷം ഇന്ത്യൻ രൂപ കടക്കും. നിയന്ത്രണമില്ലാതെ ഫീസ് നിരക്ക് ഉയർത്താനുള്ള വാദി കബീർ ഇന്ത്യൻ സ്കൂളിന്റെ നീക്കത്തിനെതിരെ രക്ഷിതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്ത്യൻ സ്കൂൾ ബോർഡിന് പരാതി നൽകിയിട്ട് ഫലമില്ലെന്ന് രക്ഷിതാക്കൾ പറയുന്നു. കഴിഞ്ഞ വർഷം ചില സ്കൂളുകളിലെ ഫീസ് വർധനയുമായി ബന്ധപ്പെട്ട പരാതികൾ ബോർഡിന് മുന്നിൽ എത്തിയിരുന്നെങ്കിലും വിദ്യാർത്ഥികൾക്ക് എതിരായും സ്കൂളുകൾക്ക് അനുകൂലമായിട്ടും ആയിരുന്നു ബോർഡ് നിലപാട്. അതേസമയം സ്കൂൾ കെട്ടിട നിർമ്മാണ ലീസ് കരാറിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്ന് ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡിന് കോടതി 9,49,959.200 റിയാൽ 20 കോടിയിലധികം ഇന്ത്യൻ രൂപ പിഴ വിധിച്ചിരുന്നു. ഈ തുക അടയ്ക്കേണ്ട സാഹചര്യത്തിൽ സ്കൂളുകൾ ഫീസ് വർധന ഉണ്ടാകുമെന്ന ആശങ്ക പങ്കുവെച്ച് രക്ഷിതാക്കളും രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഫീസ് വർധനയുണ്ടാകില്ലെന്നാണ് ബോർഡ് ചെയർമാൻ രക്ഷിതാക്കളോടും പ്രതിനിധികളോടും മാധ്യമങ്ങളോടും പറഞ്ഞിരുന്നത്. ഇതിന് വിപരീതമായാണ് നിലവിൽ ഫീസ് വർധന സർക്കുലർ ഇന്ത്യൻ സ്കൂൾ നൽകിയിരിക്കുന്നത്. മറ്റു സ്കൂളുകളിലും ഫീസ് വർധനയുണ്ടാകുമോ എന്ന കടുത്ത ആശങ്കയിലാണ് രക്ഷിതാക്കൾ. വടക്കൻ ബാത്തിന ഗവർണറേറ്റിൽ വിവിധ റോഡ് പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് അധികൃതർ. കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനായി വിലായത്തുകളിലൂടെ മൊത്തം 258 കിലോമീറ്റർ ഗ്രാമീണ പാതകളാണ് ഒരുക്കുന്നത്. റെസിഡൻഷ്യൽ കൊമേഴ്സ്യൽ ഏരിയകൾ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും ഗ്രാമങ്ങൾ തമ്മിലുള്ള സഞ്ചാരം സുഗമമാക്കുന്നതിനും നഗരവളർച്ചയും സാമ്പത്തിക വികസനവും പ്രോത്സാഹിപ്പിക്കാനും ആണ് ഇതുവഴി ലക്ഷ്യമിടുന്നത്. ഗവർണറേറ്റിലെ എല്ലാ വിലായത്തുകളിലുമുള്ള ഇത്തരം റോഡുകൾ ഉൾപ്പെടുന്ന പദ്ധതികൾ നടപ്പിലാക്കി വരുന്നതിനായി വടക്കൻ ബാത്തിന മുനിസിപ്പാലിറ്റി ഡയറക്ടർ ജനറൽ എഞ്ചിനീയർ നാസർ ബിൻ അഹമ്മദ് അൽ ഹിനായി പറഞ്ഞു. സൊഹാറിൽ 60 കിലോമീറ്റർ റോഡ് പദ്ധതികൾ നടന്നുവരികയാണ്. 27 കിലോമീറ്റർ ഇന്റേണൽ റോഡുകൾ, അൽ അറാദിനെ എക്സ്പ്രസ് വേയുമായി ബന്ധിപ്പിക്കുന്ന പർവ്വത പാതകൾ, മറ്റു 18 കിലോമീറ്റർ റോഡുകളും ഇതിൽ ഉൾപ്പെടുന്നു. പർവ്വത പ്രദേശങ്ങളെയും പാർപ്പിട മേഖലകളെയും ബന്ധിപ്പിക്കുന്ന തരത്തിൽ ഫലജ് അൽ സൂക്കിലെ റോഡുകൾ രൂപകൽപ്പന ചെയ്യുകയും നടപ്പാത നിർമ്മിക്കുകയും ചെയ്യും. സഹമിൽ നഗര വിപുലീകരണ മേഖലകളിലും നഷ്ടപരിഹാര പദ്ധതികളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് 62 കിലോമീറ്റർ റോഡ് ജോലികൾ പുരോഗമിക്കുന്നു. ഖാബൂറയിൽ 60 കിലോമീറ്റർ റോഡ് പദ്ധതിയാണ് നടന്നുവരുന്നത്. ഇതിൽ അൽ ദവാഹിർ, ഹൈൽ അൽ റഖാഇഹ് എന്നിവിടങ്ങളിലെ പർവ്വത റോഡുകളും ഉൾപ്പെടുന്നു. 60 കിലോമീറ്റർ പുതിയ റോഡുകളിൽ നിന്ന് പ്രയോജനം സുവൈക്കിന് ലഭിക്കും. ലിവയ്ക്കും ഷിനാസിനും 16.8 കിലോമീറ്റർ റോഡ് ശൃംഖലകൾ വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഗവർണറേറ്റിലെ പൗരന്മാർക്കും താമസക്കാർക്കും സാമൂഹികവും സാമ്പത്തികവുമായ വളർച്ചയെ പിന്തുണയ്ക്കുന്ന സംയോജിത ഇൻഫ്രാസ്ട്രക്ചർ സൃഷ്ടിക്കുന്നതിൽ ഈ സംരംഭങ്ങളുടെ നിർണായക പങ്കാണുള്ളതെന്ന് എഞ്ചിനീയർ നാസർ ബിൻ അഹമ്മദ് അൽ ഹിനായി പറഞ്ഞു. ഉയർന്ന നിലവാരമുള്ള മാനദണ്ഡങ്ങളും പദ്ധതി സമയക്രമങ്ങളും പാലിക്കാനും മുനിസിപ്പാലിറ്റി പ്രതിബദ്ധത പുലർത്തുന്നുണ്ടെന്നും ഒമാൻ വാർത്താ ഏജൻസിയോട് അദ്ദേഹം വ്യക്തമാക്കി.
ബുറൈമി ഗവർണറേറ്റിലെ ജല അണക്കെട്ടുകൾ അറ്റകുറ്റപ്പണി നടത്താൻ കാർഷിക ഫിഷറീസ് ജലവിഭവ മന്ത്രാലയം 6,86,000 റിയാലാണ് പണികൾക്കായി ചെലവഴിക്കുന്നത്. മഹ്ദ അണക്കെട്ടിന്റെ അറ്റകുറ്റപ്പണികൾ 20% പൂർത്തിയായതായി ബുറൈമിയിലെ അഗ്രികൾച്ചറൽ വെൽത്ത് ആൻഡ് വാട്ടർ റിസോഴ്സ് ഡയറക്ടർ ജനറൽ എഞ്ചിനീയർ നാസർ ബിൻ അലി അൽ മർഷൂദി പറഞ്ഞു. 4,07,000 റിയാലാണ് ഇതിന്റെ നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മസിലിക് അണക്കെട്ട് 20% പൂർത്തിയായി. 1,15,000 റിയാലാണ് ഇതിന്റെ ചിലവ്. 52,000 റിയാലിലാണ് മസാഹ് അണക്കെട്ടിന്റെ അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 30% പൂർത്തിയായി. 28% പൂർത്തിയായ ഹേവാൻ ഡാം 50,000 റിയാലിലാണ് ഒരുക്കുന്നത്. 86% പൂർത്തിയായ അബു ഖല ഡാം 8,000 റിയാൽ, അൽ ജുവൈഹ് ഡാം 51,000 എന്നിവയുടെ പ്രവർത്തനങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് മുതൽ വെള്ളിയാഴ്ച വരെ ഒമാനിലെ മിക്ക ഗവർണറേറ്റുകളെയും വടക്കുപടിഞ്ഞാറൻ കാറ്റ് ബാധിക്കുമെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇതിന്റെ ഫലമായി മുസന്തം ഗവർണറേറ്റ് തീരങ്ങളിലും അറബിക്കടലിന്റെ തീരങ്ങളിലും കടൽ തിരമാലകൾ 2.5 മീറ്റർ ഉയരത്തിൽ എത്തും. മരുഭൂമിയിലും തുറസായ സ്ഥലങ്ങളിലും പൊടിയും അഴുക്കും ഉയരാൻ സാധ്യതയുണ്ട്. ദൂരക്കാഴ്ചയെയും ബാധിച്ചേക്കും. മസ്കത്ത് അടക്കമുള്ള മിക്ക ഗവർണറേറ്റുകളിലും താപനില കുറയാൻ സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ചൊവ്വാഴ്ച മസ്കത്ത് ഗവർണറേറ്റിലെ സീബ്, ആമിറാത്ത്, ബൗഷർ എന്നിവിടങ്ങളിൽ പരമാവധി താപനില 22 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. മസ്കത്ത് 24, ഗുറിയാത്ത് 24 എന്നിങ്ങനെയായിരുന്നു താപനില. ദോഫാർ ഗവർണറേറ്റിലെ മിക്ക വിലായത്തുകളിലും 20 മധ്യത്തിൽ ആയിരിക്കും താപനില. ഒമാൻ കടലിന്റെയും അൽവുസ്ത ഗവർണറേറ്റിന്റെയും തീരപ്രദേശങ്ങളിൽ മേഘാവൃതമായ അന്തരീക്ഷമായിരുന്നു. മിക്ക ഗവർണറേറ്റുകളിലും മൂടൽമഞ്ഞും അനുഭവപ്പെട്ടു. താപനില കുറയുന്നത് മലമുകളിൽ മഞ്ഞ് രൂപപ്പെടാൻ ഇടയാക്കും. ഒമാനിൽ ശീതകാലത്തിന്റെ കാഠിന്യമേറുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഏറ്റവും താഴ്ന്ന താപനില റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ദാഖ്ലിയ ഗവർണറേറ്റിലെ സൈഖ് പ്രദേശത്താണ്. 0.5 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഇവിടുത്തെ താപനിലയെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. മസ്യൂന 7.0 ഡിഗ്രി, മുഖ്ഷിൻ 8.3 ഡിഗ്രി, തുംറൈത്ത് 9.1 ഡിഗ്രി, ഖൈറൂൻ ഹിർത്തി 10.2 ഡിഗ്രി, യങ്കൽ 11.4 ഡിഗ്രി, ഹൈമ 11.5 ഡിഗ്രി എന്നിവയാണ് കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയ രാജ്യത്തെ മറ്റു പ്രദേശങ്ങൾ. മസ്കത്ത്, സലാല, സുഹാർ, സൂർ, ബുറൈമി, മസീറ, ഇബ്ര, ഗസബ് തുടങ്ങിയ രാജ്യത്തിന്റെ ഇതര പ്രദേശങ്ങളിലും ചൂട് കുറഞ്ഞു വരികയാണ്. താരതമ്യേന താപനില ഉയർന്ന പ്രദേശങ്ങൾ ദോഫാർ ഗവർണറേറ്റിലാണ്. ഇവിടെയും 30 ഡിഗ്രി സെൽഷ്യസിൽ താഴെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത അന്തരീക്ഷ ഊഷ്മാവ്. ജനുവരി ആദ്യവാരത്തോടെ ശൈത്യം അതികഠിനമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ നൽകുന്ന സൂചന. KMCC കണ്ണൂർ ജില്ലാ കമ്മിറ്റി 1-ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി 2025 ജനുവരി 31 ബർക്കയിൽ വെച്ച് നടത്തുന്ന കണ്ണൂർ പോരിഷ കുടുംബസംഗമത്തിന്റെ പോസ്റ്റർ പ്രകാശനം മക്ക ഹൈപ്പർ മാർക്കറ്റ് മാനേജിംഗ് ഡയറക്ടർ മമ്മൂട്ടി നിർവഹിച്ചു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.